ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ നമ്മുടെ യുവാപ്പി ഇല്ല കേട്ടോ. ഇന്ന് ഞാനും വിഷ്ണു മാത്രമുള്ള ഒരു വ്ളോഗാണ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുക. വേണമെങ്കിൽ നമുക്ക് അവസാനമാകുമ്പോൾ യുവിനെയും കൂടെ കൂട്ടാം. ഇന്ന് ഞാനും വിഷ്ണുവും യുവിനെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ച് ഒരു 11 to 6 ഡേറ്റിന് പോവുകയാണ്. 11 മണിയാകുമ്പോൾ ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, 6 മണിയാകുമ്പോൾ തിരിച്ചെത്തും. നമ്മൾ വളരെയധികം ലുക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. വളരെയധികം പ്ലാൻ ചെയ്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നൊരു ദിവസമാണ്. പേരൻറ്റിങ് അടിപൊളിയാണ്, പക്ഷേ ഒരു ദിവസം ചെറിയൊരു ബ്രേക്ക് അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും അത് കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നു. അതിന് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം. കഴിഞ്ഞൊരു 2 weeks ആയിട്ട് ഞാനും വിഷ്ണു തമ്മിലുള്ള കെമിസ്ട്രിയിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം ഇടയ്ക്ക് അവിടെയും ഇവിടെയും അനാവശ്യമായി ശബ്ദം ഉയരുന്നതും അനാവശ്യമായിട്ട് പൊട്ടലും ചീറ്റലും ഒക്കെ കൂടുന്ന പോലെ. സാധാരണ അങ്ങനെ ഭയങ്കര അടി ഉണ്ടാക്കുന്ന 2 ആൾക്കാരല്ല നമ്മൾ. പക്ഷെ കഴിഞ്ഞൊരു 2 weeks ആയിട്ട് ഇതിൻ്റെ എണ്ണം കുറച്ച് കൂടുതലായിരുന്നു. അപ്പം എന്തുകൊണ്ട് ഈ ഒരു മാറ്റം വന്നു എന്നുള്ളത് നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചു. അപ്പോൾ നമുക്ക് തോന്നിയൊരു മെയിൻ റീസൺ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള സമയം അധികം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. മുന്നേ ഞാൻ എപ്പോഴും എൻ്റെ വ്ളോഗിൽ മീ ടൈമിനെ പറ്റി പറയാറുണ്ട്. ജോലിയുടെ കാര്യം, വീട്ടിലെ കാര്യം, ഞാനും വിഷ്ണുവും കൂടെയുള്ള ടൈമും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു മീ ടൈം കണ്ടുപിടിച്ചാലേ നമുക്ക് നമ്മളെ ഒന്ന് തിരിച്ചറിയാൻ പറ്റൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു. ലൈഫ് നെക്സ്റ്റ് ഫേസിലോട്ട് നമ്മൾ കൊണ്ടുപോയപ്പോണ്ടല്ലോ, ഈ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഒരു അസ് ടൈം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് എന്നുള്ളത് വളരെ വൈകിയാണ് അറിയായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു മുഴുവൻ അറിവ് കിട്ടാൻ കുറച്ച് ലേറ്റായി പോയി. പണ്ടത് വളരെ ഈസി ആയിട്ട് കിട്ടിയിരുന്ന സാധനമായിരുന്നു. പണ്ട് നമ്മള് മീ ടൈം ആയിരുന്നു കണ്ടുപിടിക്കേണ്ടിരുന്നത്, കാരണം ആ ടൈം കൂടുതലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാല്, പ്രശ്നമല്ല, സിറ്റുവേഷൻ ഞാൻ പറയുള്ളൂ, പ്രശ്നമൊന്നും ഇല്ല എന്നെ കൊണ്ട്. ഇപ്പൊ നമ്മളൊക്കെ രണ്ടുപേർക്കും ജോലിയും കാര്യങ്ങളും ഉണ്ട്, അതേ സമയത്ത് വീട്ടിലെ കാര്യങ്ങളുണ്ട്, യുവിനെയും നോക്കണം. അപ്പൊ നമുക്ക് ഒരു ബാലൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു പ്രോസസ്സിലാണ്. അപ്പം നമ്മൾ രണ്ടുപേരും എല്ലായിടത്തും ഒരേ സമയത്ത് പല രീതിയിൽ എത്തിപ്പെടാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആ ഒരുമിച്ചുള്ള സമയം മാത്രം എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് അതിനായിട്ടൊരു സമയം കണ്ടെത്തി, അത്രേ ഉള്ളൂ. അപ്പൊ അതിനായിട്ടുള്ളൊരു സമയം കണ്ടെത്താൻ വേണ്ടി പോവുകയാണ്. മുന്നേ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം ഒക്കെ ഗുഡായിരുന്നു. ഞാൻ എൻ്റെ കാര്യം ചെയ്യുന്നു, വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഡിപ്പെൻഡൻസീസ് കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെയാണ് പേരന്റിംഗ് എന്ന് പറയുന്ന ഒരു അജഗംഭീര സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ നമ്മുടേതായിട്ട് ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള രീതികളും കാര്യങ്ങളൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പൊ അതിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു, കോൺഫ്ലിക്ട്സ് വരുന്നു, കംപ്ലയിൻസ് കൂടുന്നു. അങ്ങനെയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക് എടുക്കാം എന്ന് വിചാരിച്ചത്. കൂടുതൽ ഒന്ന് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞ് കുറച്ചു നേരം സംസാരിച്ച് ഒരു ലഞ്ചൊക്കെ കഴിച്ച് കുറച്ചൊന്ന് കറങ്ങി തിരിച്ചു വരുമ്പോഴേക്കും മൈൻഡ് ഒന്ന് റിഫ്രഷ്ഡ് ആവും. അപ്പോൾ കൂടുതൽ നന്നായിട്ട് നമുക്ക് നാളെ ഒരു ഹാപ്പി പേരൻസ് ആവാൻ പറ്റുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ ലെറ്റ്സ് ട്രൈ എങ്ങനെയുണ്ട് എന്നുള്ളത്. കുറേ കാലത്തിന് ശേഷം നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ഡേറ്റിന് പോകുന്നു. സത്യം പറഞ്ഞാണ്ടല്ലോ, ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ഡേറ്റ് പോയത് ഏകദേശം ഒരു 7-8 ആഴ്ച മുന്നേ ആവും. ചെറിയ ചില മെയിൻ്റനൻസ് നമുക്ക് ചില റിലേഷൻഷിപ്പിൽ ആവശ്യമാണല്ലോ, ഇല്ലാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ആവശ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഭയങ്കര ഹാപ്പനിങ് ആയിരുന്നു. പ്രഗ്നൻസിയും ഡെലിവറിയും നമുക്ക് ഇഷ്ടം പോലെ ഫാമിലി ടൈമും കാര്യങ്ങളും എല്ലാം ഹാപ്പി കാര്യങ്ങളായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല, ഒരു നെസസിറ്റി നമുക്ക് തോന്നി. സോ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സനി മലയാളീസ്. നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോ നല്ല സണ്ണി ആയിട്ടുള്ളൊരു ദിവസം, നല്ല തുടക്കം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മഞ്ഞും പിന്നെ തണുപ്പും മൂടിക്കെട്ടിയ അന്തരീക്ഷം എല്ലാം കൂടെ ആയിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. നേരത്തെ എന്നോട് വിഷ്ണു പറയുന്നു കേട്ടോ, ഒരു കാര്യം ഒന്നും കൂടെ എടുത്തു പറയാൻ. നമ്മൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിൽ അടിയാന്നല്ല, പക്ഷെ മുന്നുള്ളതിനേക്കാളും കുറച്ചും കൂടെ ശബ്ദം ഉയരുക, തർക്കങ്ങൾ വരിക, അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളതൊന്ന് എടുത്തു പറയാൻ. അപ്പോൾ നമ്മൾ നേരെ റായ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. എന്റെ മുഖം കാണിക്കാം. ഇത്രയും സുന്ദരമായിട്ടൊരു മുഖമുള്ളപ്പോൾ എന്തിനാ റോഡ് കാണിച്ച് വർത്താനം പറയുന്നല്ലേ. അപ്പോൾ നമ്മൾ റായ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ടാട്ടോ പോകുന്നത്. അവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് അവിടെ നമ്മൾ സെൻട്രം പോവുകയാണ് ചെയ്യുന്നത്. വിഷ്ണുവിന് എനിക്ക് എന്തൊക്കെയോ വാങ്ങിച്ചിരണം എന്നാണ് വിഷ്ണു പറയുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ആ ഒരു ആഗ്രഹം പൂവണിയിക്കാൻ വേണ്ടി നമ്മൾ സെൻട്രം പോകും. ചുമ്മാ പറഞ്ഞാൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് സെൻട്രം ശുഭം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. നമ്മൾ ചോര കണ്ടാണ് വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ സ്ക്രീനിൻ്റെ സൈഡ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ
നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന സാധനം ഫോണാണല്ലോ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നിലത്ത് വീഴുക, കമിന്ന് വീഴുക എന്നുള്ളതൊക്കെ സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫോൺ ഒന്നങ്ങോട്ട് വെച്ചതാ പൊട്ടി. നമ്മൾ ചോര കണ്ടാണ് വിഷ്ണു തുടങ്ങിയത്. നല്ല തുടക്കം. ആറ്റുനൂറ്റ് ഒന്ന് പുറത്തു പോയതാ. കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് നമ്മള് എന്തിലാണ്, ബ്ലോക്കിലാണ്. എന്താണിത്, അനങ്ങിയിട്ടില്ല കേട്ടോ. മറ്റേത് കുറച്ച് മെല്ലെങ്കിലും മൂവ് ചെയ്യും. എന്താ ഫ്രണ്ടിൽ നടന്നതെന്ന് മനസ്സിലാവണില്ല. പക്ഷെ അനങ്ങിയിട്ടില്ല. 11:30 ഇറങ്ങിയ നമ്മള് ഇപ്പൊ നോക്കിയൊക്കെ 12:30. മിക്കവാറും ഇവിടുന്ന് നേരെ വീട്ടിൽ പോകേണ്ടി വരും. ഇത് അനങ്ങണില്ല. ഇതെനിക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യമാണെന്ന് അറിയില്ല കേട്ടോ. എപ്പോഴും നമ്മളൊന്ന് നന്നാവാന്ന് വിചാരിക്കുമല്ലോ. നമ്മൾ നന്നാവാന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് തടസ്സങ്ങളായിരിക്കും കൂടുതൽ. എന്നിട്ട് ആ തടസ്സങ്ങൾ നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവിടെ നന്നാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാവാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നാളെ തന്നെ എന്തെങ്കിലും ഒരു നമ്മൾ വിചാരിക്കാത്തൊരു അടി കിട്ടും. അപ്പൊ അതിൽ മൂഡ് പോണ ആൾക്കാർക്ക് ഇതിന് നന്നാവാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. പോയിട്ടുണ്ടോ എനിക്കങ്ങനെ? എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് നാള് പറഞ്ഞ ഒരു ഇതായിരുന്നു കേട്ടോ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്നും സ്പെല്ലിംഗ് ഒരു പ്രശ്നമാണല്ലോ. സ്പെല്ലിംഗ് എനിക്ക് മനസ്സിലാവുകയില്ല. നോക്കി എഴുതുമ്പോൾ എന്റെ സ്പെല്ലിംഗ് തെറ്റും. അപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ മാത്സിൽ വഴിക്കണക്കുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ഇതിന്റെ വെയിറ്റ് ഇത്രയാണ്, ഇതിന്റെ വെയിറ്റ് ഇത്രയാണ്, ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഇത്രയാണ് വെയിറ്റ്, 10 കിലോ വെയിറ്റ് മറ്റേ ചങ്ങായി കൊണ്ടുപോയി, അപ്പൊ എത്രയാണ് വെയിറ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കണക്ക്. അപ്പൊ ഞാൻ എപ്പോഴും അത് എന്റെ ഫ്രണ്ടിന്റെ ഒന്ന് കോപ്പി അടിച്ച് എഴുതുക. കാരണം ഒരു ഐഡിയ മനസ്സിലാവാറില്ല എന്താ ക്ലാസ്സിൽ നടക്കുന്നതാണ്. അപ്പൊ എന്താണ് എന്റെ ഫ്രണ്ട് ഇവിടെ എഴുതുന്നത്, അതേപോലെ ഞാൻ ഇവിടെ നോക്കി എഴുതും. ഒരു പ്രാവശ്യം സാറ് പൊക്കി, ഇങ്ങനെ ചോക്കറിഞ്ഞൊക്കെ പൊക്കില്ലേ, അങ്ങനെ എന്നെ പൊക്കി. എന്നിട്ട് എന്നെ എടുത്തുകൊണ്ടുപോകല്ല, എന്നെ വിളിച്ചിട്ട് ബോയ്സിന്റെ സൈഡില് ഫസ്റ്റ് ബെഞ്ചില് ഏറ്റവും കോർണറിലിരുത്തി. അന്ന് നമുക്ക് ബോയ്സ് ഗേൾസ് 4ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ അൺടച്ചബിൾസ് ആണല്ലോ. ബോയ്സ് ഗേൾസിനെയും തൊടില്ല, ഗേൾസ് ബോയ്സിനെയും തൊടില്ല. നമുക്കിങ്ങനെ ഭയങ്കര മോശമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊടുന്നതും. അങ്ങനെ അവിടെ നമ്മളെ കൊണ്ടിരുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹ്യൂമിലിയേഷനാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞാൻ തീരുമാനം എടുത്തു. അടുത്ത ദിവസം തൊട്ടിട്ട് ഞാൻ പൊളിക്കും, ഞാൻ ഭയങ്കര ഫസ്റ്റ് റാങ്ക് ഞാൻ വാങ്ങിക്കും, ഞാൻ അടിപൊളിയാവും, എന്നെ ഇങ്ങനെ കൊണ്ടിരുത്തിയ സാറിനെ വിചാരിക്കും ഇത്ര നന്നായി പഠിച്ചോ എന്നുള്ളത്. അങ്ങനെ ഞാൻ അടുത്ത ദിവസം രാവിലെ അലാം വെക്കാതെ തന്നെ 6 മണിക്ക് എണീക്കുന്നു, പ്രാർത്ഥിച്ച് തുടങ്ങുന്നു, ബുക്കൊക്കെ ആയിട്ട് വരുന്നു, പുതിയ പെന്നൊക്കെ വാങ്ങിക്കുന്നു, എല്ലാ ബുക്കിന്റെയും സൈഡിൽ മാർജിനൊക്കെ വരച്ചു പോകുന്നു. കാരണം അത്ര സമയം പോലും എനിക്ക് കളയേണ്ടതാണ് ഫസ്റ്റ് ആയിട്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ തന്നെ കോപ്പിയുടെ ഒഴിവാക്കി സാർ എന്ത് പറയുന്നു അത് ഞാൻ കൃത്യമായി നല്ല ഹാൻഡ് റൈറ്റിംഗ് എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു സാധനത്തിന്റെ വെയിറ്റ് 1 kg ആയിരുന്നു, ഇതിന്റെ വെയിറ്റ് 2 kg ആയിരുന്നു, അങ്ങനത്തെ ഒരു കണക്കായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് സാറിന്റെ ബുക്ക് നോക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു വെയിറ്റിന്റെ സ്പെല്ലിംഗ് ബോർഡിൽ എന്ന് എഴുതാൻ. ഞാൻ വെയിറ്റിന്റെ സ്പെല്ലിംഗ് എന്താ എഴുതിയിട്ടുണ്ടായിരുന്നത്, WAIT. ഭയങ്കര നാണക്കേടായിരുന്നു. എന്നെ പുച്ഛിച്ചു സ്റ്റേജ് കയറ്റിയിട്ട്, അതായത് ഫ്രണ്ടിൽ വിളിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് നന്നാവാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് തരുന്നില്ലല്ലോ എന്ന്. അന്നോട്ട് ഞാൻ ശ്രദ്ധിച്ചതാണ്, നമ്മളൊന്ന് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചടപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും അടുത്ത ദിവസം തൊട്ടുണ്ടായിരിക്കുക. ഇന്നിപ്പോ ഒരു 3/4 മണിക്കൂറായിട്ട് നമ്മൾ ബ്ലോക്ക് കിടക്കുകയാണ്. ആറ്റുനോറ്റൊന്ന് പുറത്തു പോയി കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാന്ന് വിചാരിച്ചതാണ്. അപ്പൊ അതേ കിടക്കുന്നു. വിഷ്ണുവിന് അങ്ങനത്തെ എന്തെങ്കിലും തിത്താനുഭവങ്ങൾ പറയാനുണ്ടോ? എന്താ തിത്താനുഭവത്തിന്റെ അർത്ഥം? എന്താന്നല്ല, നമുക്കാണ് അനുഭവങ്ങളൊക്കെ കൂടുതൽ. എൻ്റെ ഒരൊറ്റ തള്ളോണ്ടാണോന്ന് അറിയില്ല, ദേ മൂവി തുടങ്ങിയിട്ടോ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇത്ര ഒട്ടും അനങ്ങാതെ ഒരു ബ്ലോക്കിൽ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് കിടന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു അനക്കെങ്കിലും ഉണ്ടാവാറുണ്ട്. എന്തായാലും മൂവി തുടങ്ങി, നമ്മൾ റായി എത്താനായി. സെൻട്രം പോകുമ്പോൾ നമ്മൾ കാർ ഇവിടെ റായി എന്ന് പറയുന്ന സ്ഥലത്ത് P+R പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോവുക. അപ്പൊ ഇവിടെ P+Rലപ്പോൾ നമുക്ക് ഒരു 5 യൂറോ 6 യൂറോ ഒക്കെയാണ് പാർക്കിങ്ങിൽ വരുള്ളൂ വൈകുന്നേരം വരെ. സെൻട്രത്ത് പാർക്ക് ചെയ്ത അതേ സമയത്ത് നമുക്കൊരു അതെ അതെ അതെ. അപ്പൊ നമുക്ക് സെൻട്രത്താണ് നമ്മൾ സെയിം പാർക്കിംഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പച്ചയാണ് പക്ഷെ കത്തിയിരിക്കുന്നത് 30-40 യൂറോ നമുക്ക് ചെലവ് വരുന്നില്ല, നമ്മളവിടെ പേ ചെയ്യേണ്ടി വരും. നമ്മൾ ഈ P+Rൽ പാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വെബ്സൈറ്റിൽ നോക്കിയിട്ട് വേണ്ടോ വരാൻ. കാരണം എല്ലാ ദിവസവും നമ്മൾ ഇന്ന് അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശശുദ്ധിയോട് കൂടി ഒന്നല്ല കേട്ടോ സെൻട്രം പോകുന്നത്. ഒപ്പം നടക്കുക, കുറച്ച് ഭക്ഷണം കഴിക്കുക, വർത്താനം പറയുക, ഇങ്ങനത്തെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം പോണേ. സാധാരണ ചില കപ്പിളിനൊക്കെ അവർക്ക് ഒപ്പം ചെയ്യുന്ന ചില കാര്യങ്ങൾ കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ. നമ്മുടെ കാര്യത്തിൽ നമുക്ക് 2 പേർക്കും താല്പര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. വിഷ്ണുവിന് കുറച്ച് നേരം വെറുതെ കൗച്ചിലിരിക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര എക്സോസ്റ്റിങ്ങും കുറച്ച് എന്നെ ഡ്രെയിൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം ചെയ്യാനൊന്നുമില്ല. 2 പേർക്കും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ 2 പേരും കുറച്ച് ഡയറ്റിങ്ങിലായത് കാരണം കുറച്ച് നോക്കി കണ്ടൊക്കെ ഭക്ഷണം കഴിക്കണം.
പിന്നെ വർത്താനം പറയാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ സംസാരിക്കുക, അതൊക്കെയാണ്. ഞാനൊരു കാര്യം പറയട്ടോ, നമ്മളിപ്പോൾ റോക്കിനിലാണ്, സീ ലെവലിന് താഴെയുള്ള മെട്രോ സ്റ്റേഷനാണ്. ഈ ഒരു സൈഡ് ഈ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ടാക്കിയപ്പോൾ കുഴിച്ച് കിട്ടിയ സാധനങ്ങളെല്ലാം അവരോട് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഒരു നാമമാണ്. ഞാൻ എന്ന് ഈ ഒരു സ്റ്റേഷനിൽ വരാൻ തുടങ്ങി അന്ന് തൊട്ട് ഈ സ്റ്റേഷനിൽ ഇറങ്ങിയ ഒരു കാര്യം ഞാൻ പറയാറുണ്ട്. നേരത്തെ നമ്മൾ റോക്കിന്നൊരു വീഡിയോ എടുത്തെങ്കിലും നമ്മൾ തിരിച്ച് വീണ്ടും റായിൽ തിരികെയാണ്. സംഗതി എന്തുണ്ടായിന്ന് അറിയോ, വിഷ്ണു മറ്റേ ട്രാവൽ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ മറന്നു, ഫോണാണ് സ്വൈപ്പ് ചെയ്തത്. വിഷ്ണു P+R അധികം ഉപയോഗിച്ചിട്ടില്ല, ഞാനോ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറയാൻ മറന്നു ട്രാവൽ കാർഡ് സ്വൈപ്പ് ചെയ്യണ്ടെന്നുള്ളത്. വിഷ്ണു ഫോൺ സ്വൈപ്പ് ചെയ്തു. ട്രാവൽ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ കാര്യമില്ല നമ്മളിവിടെ കൊണ്ടുവന്ന് ഇട്ടേൻ്റെ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ റായിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഒന്നും കൂടെ സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള ആയിരിക്കും കൂടുതൽ. ഒന്നും കൂടെ റായി ഇറങ്ങി വീണ്ടും നമ്മൾ സ്വൈപ്പ് ചെയ്തിരിക്കുകയാണ്. വിഷ്ണു എന്തെങ്കിലും പറയണ്ടോ? ഞാനത് പറഞ്ഞില്ല, വിഷ്ണു അത് ചെയ്തില്ല എന്നുള്ള കംപ്ലൈൻസിലാണ് നമ്മൾ വീണ്ടും ഇവിടെ എത്തിയത്. റെസ്റ്റ് ഓഫ് ദ ഡേ നമ്മൾ പൊളിക്കും വിഷ്ണു. നമുക്ക് 4-5 മണിക്കൂറിൻ്റെ ഇനിയും 4 മണിക്കൂറില്ല 3 മണിക്കൂർ. സമയം കണ്ടോ, 13:25, 5 മിനിറ്റ് നേരത്തെ എത്തി. അപ്പോഴേക്ക് 2 ടോപ്പ് വാങ്ങിച്ചിരുന്നാ പറയണത്. നമ്മൾ നേരെ എങ്ങനെ പോണേ നോക്ക്, അതല്ല ടോപ്പ് വാങ്ങിക്കാൻ എങ്ങനെ പോണേന്ന്. ഇത് വേറെ വാക്ക് മാറ്റമാണ്. നമ്മൾ ആദ്യം ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. എനിക്ക് ചുൻ കഫേന്ന് കഴിക്കണം എന്നായിരുന്നു. നമ്മുടെ ഒരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു കൊറിയൻ സാൻഡ്വിച്ച് ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷെ വിഷ്ണുവിന് ഇന്നത്തെ ലഞ്ചിന് ആംബിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പം ഞാൻ കുറേ ആയി ഈ ആംബിയൻസിന് ആംബുലൻസ് ഔട്ട് ഓഫ് ടോപ്പിക് കേട്ടോ, പ്രൊതു എന്തോ ആംബിയൻസിന് പറയുന്നത് ഞാൻ ഓർത്തതാണ്. അപ്പോൾ വിഷ്ണുവിന് ഇന്ന് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആംബിയൻസിൽ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാം. എന്ത് രസമുണ്ടല്ലോ റോക്കിൻ 85. നമ്മൾ ഡച്ച് പാലസിൻ്റെ മുന്നിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കണേ. ഇവിടെ നിന്ന് എനിക്കൊരു നാമം പറയാനുണ്ട്. ഭയങ്കര വൈബാണ് ഡാൻസ് സ്ക്വയർ. ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന കാരണം നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. ഇതൊക്കെ എല്ലാ വീഡിയോയിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പറയുന്ന 2 കാര്യങ്ങളാണ്. വേണ്ടി തുറന്നു വെച്ച റെസ്റ്റോറൻറ്റ്. ഇന്ന് ഫ്രൈഡേ ആവുകൊണ്ടേ അധികം തിരക്കില്ല, വർക്കിംഗ് ഡേ അല്ലേ. എനിക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. വിഷ്ണു ആംബിയൻസ് ഒക്കെ ഇട്ടേ കഴിഞ്ഞ 15-20 മിനിറ്റ് നമ്മൾ ആംബുലൻസിലാണ് കളഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതാണ് കേട്ടോ വിഷ്ണു അന്ന് ക്രിസ്മസിനൊരു ഗിഫ്റ്റ് തന്നില്ലേ, അത് ഈ ഒരു വൈറ്റ് ടോപ്പായിരുന്നു. ഞാൻ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ രസമുണ്ടല്ലോ. എൻ്റെ ഒരു യൂഷ്വൽ പാറ്റേൺ അല്ല. ഞാൻ എപ്പോഴും എൻ്റെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരേ പാറ്റേൺ ആയി പോകുമല്ലോ. ഇത് വേറെ എടുത്ത് തന്ന ഡ്രസ്സായത് കാരണം ഈ ഡ്രസ്സിലൊരു സ്നേഹമുണ്ട്. ലഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആസ് യൂഷ്വൽ പ്രോൺസ് ആണ് പറഞ്ഞിട്ടുള്ളത്. വലിയ പ്രോൺസ് ആണ് കണ്ടോ, ബിഗ് പ്രോൺസ്. പിന്നെ ഞാൻ പെപ്പർ സോസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഫ്രൈസ് പറഞ്ഞിട്ടുണ്ട്, കോണാണത്, പിന്നെ വിഷ്ണു സ്റ്റേക്ക് അല്ലേ. അപ്പോൾ തുടങ്ങാം. ഇത് വീട്ടിലിരുന്ന് ചെയ്താൽ പോരെയെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ നമ്മുടെ എൻവിറോൺമെൻറ്റും ഒക്കെ ഒന്ന് മാറി നമ്മൾ 2 പേരും മാത്രമായി കുറച്ചിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാലമായിട്ട് പറയാൻ ബാക്കി വെച്ച കുറച്ച് ഇമോഷൻസോ അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിൽ എനിക്കെന്താ തോന്നിയത്, വിഷ്ണുവിന് എന്താ തോന്നിയത്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ തുറന്ന് പറയുക എന്നുള്ളതൊരു കാര്യമാണല്ലോ. അപ്പോഴാണല്ലോ നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ കൂടുതൽ മനസ്സിലാവുക. അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ വളരെ തിരക്കിലായിരുന്നു. ആൻഡ് എപ്പോഴും നമ്മളൊരു കോൺവെർസേഷൻ തുടങ്ങുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു കാര്യം നമുക്കപ്പോൾ മാറ്റി ചെയ്യാനുണ്ടാകും. അപ്പോൾ ഒരു കോൺവെർസേഷൻസും കംപ്ലീറ്റ് ആവാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നമുക്ക് 2 പേർക്കും ഭയങ്കര ബെനിഫിഷ്യൽ ആയിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ. നമ്മളങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിറങ്ങി. അപ്പോൾ ബൈ. ഇനി നമ്മൾ 1-2 ഷോപ്പിൽ പോകേണ്ട ആവശ്യമുണ്ടേ. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, യുവിയുടെ 6 months ആണ് നാളെ. അപ്പോൾ അവനൊരു ഡ്രസ്സ് വാങ്ങിക്കണം. അപ്പോൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ, അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വിഷ്ണുവിന് എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിറങ്ങി അല്ലേ പറഞ്ഞു അന്ന് 1 million ആയതിന്റെ പറഞ്ഞായിരുന്നു. 1 million ആയതിന്റെ ഗിഫ്റ്റ് ഇങ്ങനെ മറന്നു പോവുക ആൾക്കാർ. മറവി സർവ്വസാധാരണമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചും കൊണ്ടേ ഇരിക്കണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. എനിക്ക് ആക്ച്വലി 2 സാധനങ്ങളാണ് വാങ്ങിക്കാളെ കേട്ടോ. ഒന്ന്
ഒരു കണ്ണട വാങ്ങിക്കണം എന്നുണ്ട് എനിക്ക്. കുറച്ച് കാലമായി കണ്ണട ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കണു. ഇപ്പം ഇവിടെ ചെറുതായിട്ട് പൊട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അല്ല കേട്ടോ, ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന എൻ്റെ ഗ്ലാസ് ഇല്ലേ അത്. പിന്നെ രണ്ടെന്തായിരുന്നു, ഒരു ബ്രേസ്ലെറ്റ്. എന്തോ ഇപ്പം ജ്വല്ലറിനോട് ചെറിയൊരു ആഗ്രഹം കുറച്ചായിട്ട്. അല്ലെങ്കിൽ ഞാൻ തീരെ അങ്ങനെ ജ്വല്ലറീസ് ഉപയോഗിക്കുന്ന ഒരാളല്ലല്ലോ. പക്ഷെ ഇപ്പം കുറച്ച് മാലയും കമ്മലും ബ്രേസ്ലെറ്റിനോടൊക്കെ ചെറിയൊരു താല്പര്യം. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് വിഷ്ണു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പോയി നോക്കി നോക്കട്ടെ ഇഷ്ടപ്പെടുമോ എന്ന്. അങ്ങനെയാണെങ്കിൽ അതാണ് കേട്ടോ ഞാൻ വാങ്ങിക്കണത് കേട്ടോ. അല്ലെങ്കിൽ താൻ എനിക്ക് എൻ്റെ ഇന്നത്തെ ഫുൾ ഷോപ്പിംഗ് എക്സ്പെൻസ് താൻ എടുക്കുക. അതെങ്ങനെയുണ്ട്? ഇല്ല, 1 മണിക്കൂർ സമയം നമുക്കുള്ളൂ. അതിൽ എൻ്റെ ഷോപ്പിംഗ് എക്സ്പെൻസ് വിഷ്ണു എടുക്കുക. 2 ഓപ്ഷൻസ് ഉണ്ട്. ബ്രേസ്ലെറ്റ് വാങ്ങിക്കാൻ പോകണല്ലോ, ഷോപ്പിംഗ് എക്സ്പെൻസ് കൊടുക്കാൻ പോകണം. ഇവിടെ സെൻറ്ററിൽ തന്നെയുള്ള ബൈൻഗോർഫ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ 1-2 ജ്വല്ലറി ബ്രാൻഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അവിടേക്ക് ഒന്ന് പോയി നോക്കാം. ഈ ബൈൻഗോർഫിൻ്റെ അകത്ത് എല്ലാ ബ്രാൻഡ്സും ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട ഫുൾ അങ്ങനെ ലക്ഷറി ബ്രാൻഡ്സ് മാത്രം പറയാൻ പറ്റില്ല, എല്ലാ ടൈപ്പ് ഓഫ് ബ്രാൻഡ്സും ഇവിടെ അവൈലബിൾ ആണ്. ഞാനങ്ങനെ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരാളല്ല കേട്ടോ. നിങ്ങൾ കാണാറുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് YSLനോട് എന്തോ ഒരു താല്പര്യം കൂടുതലുണ്ട്. ആ ഒരു ബാഗ് തന്നെ ഞാൻ കുറച്ച് കാലമായിട്ട് നോക്കി വെച്ചാൽ, കാരണം ഞാൻ അധികം അങ്ങനത്തെ ബാഗ്സ് ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനെ കുറേ എടുത്തു വെച്ച് ആ ബാഗ് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ പോകുന്നു, ജസ്റ്റ് ആ ബാഗ് വാങ്ങിക്കുന്നു, വരുന്നു, ആ ഒരു ലെവലിലേക്ക് ഞാൻ വളരും. അപ്പം ഞാൻ ബാഗ് വാങ്ങിക്കും. ജസ്റ്റ് ഇന്ന് രാവിലെ പോയിട്ട് 2 YSLൻ്റെ ബാഗ് കേട്ടോ. എന്നാൽ ചിലപ്പോൾ ഒരു ഡിയോർ കൊടുക്കും. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ സാഹചര്യത്തിൽ നമുക്കൊരു പണ്ടോറുടെ ജ്വല്ലറി എടുക്കാം. നമ്മളിപ്പോൾ മെറ്റ ഗ്ലാസ് ഇല്ലേ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് കാലമായി ഞാനിത് വാങ്ങിക്കണോ വേണ്ടേന്നൊക്കെ ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിലൊരു തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഗ്ലാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താ അറിയോ, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മുഖത്തിന് ഒട്ടും ചേരില്ല എന്ന്. പക്ഷെ ഇത് എൻ്റെ മുഖത്തും വിഷ്ണുവിൻ്റെ മുഖത്തും വലിയ തിരക്കേടില്ലാതെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? തൻ്റെ മുഖത്തിന് ആ ഷേപ്പ് നന്നായിട്ടുണ്ട് ഗ്ലാസിൻ്റെ ഇല്ലേ, ഒരു പഠിപ്പിച്ച ലുക്ക്. അല്ല ഫ്രെയിമര്, പക്ഷെ ഞാൻ ഇത്ര കട്ടി കണ്ടപ്പോൾ ചിലപ്പോൾ വിചാരിച്ചെന്റെ മുഖത്തിന് ചേരില്ല. പക്ഷെ വിചാരിച്ച അത്ര പ്രശ്നമല്ല അല്ലേ. പിന്നെ അതിന് പുറമെ അവർ കുറച്ച് അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മളെ കൊണ്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യിക്കുകയായിരുന്നു. അതൊക്കെ ചെയ്തു നോക്കി. നമ്മളത് എടുക്കണോ വേണ്ടേ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ. ഒന്ന് നടന്ന് ചിന്തിച്ചിട്ട് ഒന്ന് ചൂടായിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുമായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞൊരു 1/2 മണിക്കൂറായിട്ട് ഇവിടെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു കൂലങ്കൃഷിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനിത് വാങ്ങിക്കാതിരിക്കണമെന്ന്. ഞാൻ കൂലങ്കൃഷിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനിത് വാങ്ങിക്കണമെന്ന് അല്ലേ. പ്രദുവിന് കാർസ് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം പ്രദുവിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബുക്ക് നമുക്ക് അലർജി ആണല്ലോ, എനിക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ വിഷ്ണു മറച്ചു വെക്കിയിട്ടുള്ള കണ്ടന്റ് നോക്കുകയാണ്. നല്ലതാണെങ്കിൽ നമുക്കത് പ്രദുവിന് എടുക്കാം. എപ്പോഴും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യം എന്നുള്ള ഒരു പോയിന്റിൽ ഞാൻ വാദിക്കും, എന്തുകൊണ്ട് നമുക്ക് ആവശ്യമില്ല എന്നുള്ള പോയിന്റിൽ വിഷ്ണു വാദിക്കും. ഇത് വാങ്ങാനോ വാങ്ങിക്കാതിരിക്കാനോ വേണ്ടിയിട്ടല്ല കേട്ടോ, നമുക്ക് ശരിക്കും അത് ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ആലോചിച്ച് ഒന്നും കൂടെ ഇവിടെ ചിന്തിച്ച് വാങ്ങിക്കാം എന്നുള്ള അവസ്ഥയിൽ നമ്മളവിടെ എത്തിയതായിരുന്നു. പക്ഷെ അവസാനം എന്തോ വാങ്ങിക്കണം എന്നൊരു വഴി പിടിച്ചു. അതുകൊണ്ട് ഞാൻ തിരിച്ച് നടക്കുകയാണ്. പക്ഷെ നമുക്കിത് വേണം എന്ന് അത്രയും തോന്നുകയാണെങ്കിൽ നമുക്ക് മൈൻഡിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യും. ഞാൻ മോഡലെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് അങ്ങനെ മറന്നു പോവുകയാണെങ്കിൽ നമുക്കിത് ആവശ്യമില്ലാത്ത സാധനമാണ്. പല സാധനങ്ങളും എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയിട്ട് ഒട്ടും ഉപയോഗിക്കാതെ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതിക്ക് നമ്മൾ വെറുതെ എണ്ണം കൂട്ടണ്ടല്ലോ. കാരണം നമുക്ക് തൽക്കാലം ഇവിടെ ഇറങ്ങാം. എനിക്ക് സാധാ ഒരു കണ്ണട വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ഇത്ര നേരം നിൻ്റെ മുകളിൽ നോക്കിയുണ്ട്, അത് നടന്നിട്ടില്ല. എന്നിട്ട് ഒന്നും വാങ്ങിക്കുകയും ചെയ്തില്ല. ഓക്കെ, H&M വന്നിരിക്കുകയാണേ. യുവിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവൻ്റെ നാളെ ഞാൻ പറഞ്ഞില്ലേ 6 months ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പം അതിന് വേണ്ടി ഈ H&M എന്നായിരുന്നു ഞാനും റോസും കൂടെ വന്നിട്ട് യുവിയുടെ ന്യൂ ബോൺ ഡ്രസ്സസ് ഇല്ലേ ജനിക്കുമ്പോഴാണുള്ളത്, അത് മുഴുവൻ എടുത്തത്. പക്ഷെ അതിനേക്കാളും പിന്നെ ഒരു സൈസ് സ്മോളറായിരുന്നു നമുക്ക് ആവശ്യമുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ഇവൻ ജനിച്ചതിന് ശേഷം ദീപച്ചേച്ചിയും ദിവിൻ ചേട്ടനും കൂടെ കടകൾ മുഴുവൻ കയറി ഇറങ്ങി അവനൊരു ചെറിയ സൈസ് ഒപ്പിച്ചു. നല്ല സ്ഥലം ഇത്, ഇഷ്ടമായി കോമ്പിനേഷൻ.
UV ഉണ്ടായതിന് ശേഷം വിഷ്ണുവിന് കുറേ മാറ്റങ്ങൾ വന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ടല്ലോ. പക്ഷേ അങ്ങനത്തെ മാറ്റങ്ങളൊന്നും എനിക്കങ്ങനെ വലിയ മാറ്റങ്ങളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം വിഷ്ണു വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ യുവിനോടുള്ള ഇൻട്രാക്ഷൻസ് എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നത് കാരണം വിഷ്ണു ക്യാമറയിൽ കുറച്ചും കൂടെ കോൺഷ്യസ് ആവുന്നില്ല എന്നുള്ളൊരു ചേഞ്ച് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തോന്നിയ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് സാധാരണ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കുമ്പോൾ വിഷ്ണു അത് വേണോ വേണ്ടേന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ യുവിക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിക്കുമ്പോൾ വിഷ്ണുവിന് ഒരു സെക്കൻഡ് തോട്ടൊന്നുമില്ല, വാങ്ങാം, എടുക്കാം, അങ്ങനെ എപ്പോഴും ചിന്തിക്കാറ്. അങ്ങനെ യുവിക്ക് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു, തണുപ്പിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ. ഇവിടെ കണ്ടോ, ആൺകുട്ടികളെ ജസ്റ്റ് ഒരു മൂലക്കിൽ അവരിങ്ങനെ ചെറുതാക്കി വെച്ചിട്ടേ പെൺകുട്ടികൾക്കൊരു കമനീയമായ കളക്ഷൻ. ഈ കാണുന്ന ഈ സൈഡ് ഫുള്ള് പെൺപിള്ളേർക്കാണ്, പക്ഷെ ആൺപിള്ളേർ അവർ ചെറിയ ഏരിയയിൽ ഒതുക്കി വെച്ചിരിക്കുന്നു. ഇതിനൊക്കെ വേണ്ടി എന്താണ് നമ്മൾ ശബ്ദം ഉയർത്താത്തത്? ഉയർത്തണ്ടേ? പെൺകുട്ടിയാകുമ്പോൾ നമുക്കുള്ള ഒരു അടിപൊളി സംഗതി തന്നെയുണ്ടോ, നമുക്കിങ്ങനെ ഡ്രസ്സ് ചെയ്ത് സുന്ദരികളായി കൊണ്ടുനടക്കാം. ആൺകുട്ടികളെ നമുക്ക് ഡ്രസ്സ് ചെയ്ത് സുന്ദരന്മാരാക്കാം. പക്ഷെ എപ്പോഴും കടകളിൽ പോകുമ്പോൾ ആണുങ്ങൾക്ക് കളക്ഷൻ കുറവാന്നല്ല, പക്ഷെ ഷോപ്പ് ചെയ്യാനൊക്കെ കൂടുതൽ പെൺപിള്ളേർക്ക് ഇഷ്ടമാകും. അവർ കൂടുതൽ അതിന് വരുന്നോണ്ടുമായിരിക്കാം ബോയ്സിനൊരു ഒതുക്കുന്ന ഇത് കാണാം ഇങ്ങനത്തെ കടകളിലൊക്കെ. അതൊന്നും എനിക്ക് മാത്രം തോന്നുന്നതാണോ എന്ന് അറിയില്ല കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതൊരു ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നേ. ഞാൻ ഇത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തപ്പോൾ വിഷ്ണു സെയിം അത് അവിടെ നിന്ന് സെലക്ട് ചെയ്തു. നാളത്തെ അവന് ഡ്രസ്സിന് എടുത്ത് ഓൾമോസ്റ്റ് മാച്ച് ആയിരിക്കുമല്ലോ. ഇങ്ങനത്തെ പാൻസും കൂടെ ഉണ്ടോ ഇതിൻ്റെ? എൻ്റെ ജാക്കറ്റിൻ്റെ അതേ കളറാ? വിഷ്ണുവിന് അവന് ഒരേ കളർ കിട്ടിയപ്പോൾ എനിക്കൊരാഗ്രഹം. അതുകൊണ്ട് വിഷ്ണു അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ട് എടുക്കുന്നതിൻ്റെ മുന്നേ ഞാനും ഒന്ന് ലേഡീസിൻ്റെ സെഷനിൽ പോയിട്ട് സെയിം കളർ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കി നോക്കട്ടെ. നമുക്ക് സമയം തീരാനായിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ തിരിച്ചെത്താൻ പറയില്ലേ. ഇപ്പോൾ 4:45 ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാലാണ് ഈ കാറൊക്കെ എടുത്ത് തിരിച്ചെത്തുള്ളൂ. ഒരു 5 മിനിറ്റിലൊന്ന് ചെക്ക് ചെയ്തു. സെയിം കളർ കിട്ടിയില്ല കേട്ടോ. ഈ ഒരു ഷെയ്ഡ് മാത്രമേ വരുന്നുള്ളൂ, പക്ഷേ ഇത് കുറച്ച് ബ്ലൂവിലോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ആഗ്രഹം ഉപേക്ഷിച്ചു. പകരം ഒരു വൈറ്റ് ടോപ്പ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ടോപ്പ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവിനെ കൊണ്ടൊരു വൈറ്റ് സ്വെറ്റർ ഇടിപ്പിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. എന്തിനോ വേണ്ടി വന്നു, നമ്മൾ എന്തൊക്കെയോ എടുത്തു. പോവാനി സമയമായി, ലെറ്റ്സ് ഗോ. നമ്മുടെ ഡേറ്റ് തൽക്കാലം അവസാനിച്ചിരിക്കുന്നു. നല്ലൊരു ടൈമായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. കുറച്ചു നേരം നമ്മളിരുന്ന് ഭക്ഷണം കഴിച്ചു, വർത്താനം പറഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാനുണ്ടായിരുന്നു. വിഷ്ണുവിന് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാനുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞില്ലേ. എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൻ്റെ കുറച്ചൊരു കീ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ ആട്ടോ. അത് എൻ്റെ ഭാഗം ഇത് റോട്ടിൽ വെച്ച് പോന്നു. വലിയ വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറയാൻ വന്ന ഒഴിവാക്കി പറയാനുള്ള യോഗ്യത എനിക്കുണ്ട് തോന്നണില്ല. അപ്പോൾ നമ്മളിനി മെട്രോ പിടിച്ചിട്ട് വീട്ടിൽ പോവാം. എൻ്റെ വേർഷൻ വിഷ് എൻ്റെ വേർഷൻ ഞാൻ പറഞ്ഞു. തനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് യുവർ ഡേ? നന്നായിരുന്നു. കുറേ കാലത്തിന് ശേഷം കുറച്ച് എന്താ പറയുക, ചുമ്മാ കുറേ കാര്യങ്ങൾ ചെയ്തു വിത്തൗട്ട് മച്ച് പ്ലാനിങ്. അല്ലെങ്കിൽ ആക്ച്വലി പുറത്ത് പോകുമ്പോൾ എന്നൊക്കെ ടെൻഷൻ വിഷ്ണുവിനാണ്. അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, ഇവൻ്റെ ബാക്കിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതാ ഞാൻ ഇങ്ങോട്ട് ചിരിച്ചു പിടിക്കുന്നത് കേട്ടോ. അവൻ്റെ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ല. അപ്പോൾ വിഷ്ണുവിന് റിലാക്സ്ഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഓരോ ആൾക്കാർക്ക് ഓരോ നേച്ചർ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് അതൊന്നും ഇല്ലാതെ പുറത്ത് വന്നതിൻ്റെ ഒരു ഫ്രീനെസ് ഉണ്ടായിരുന്നു വിഷ്ണുവിന്, അല്ലേ? പക്ഷെ അറ്റ് ദ സെയിം ടൈം ഭയങ്കരമായിട്ട് യുവിനെ മിസ് ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ടാണ് പുറത്തിറങ്ങിയിട്ട് യുവിക്ക് എന്തൊക്കെയോ വാങ്ങിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതൊരു ഇങ്ങനത്തെ ഒരു റൈഡാണ്. അത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മൾ ഹാപ്പി ആണെങ്കിലാണ് യുവിനെ നമുക്ക് ഹാപ്പി ആയിട്ട് വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം. ഞാൻ പറഞ്ഞ അങ്ങോട്ട് ഇരിക്കുക. ഇപ്പം ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിനെത്തിയാണ്. നമ്മളങ്ങനെ റോയിൽ തിരിച്ചെത്തി. ഇനി വണ്ടി എടുത്തിട്ട് നമുക്ക് പോവാം. സാധാരണ നമ്മളിങ്ങനെ ട്രിപ്പ് പോവുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ഡേറ്റിങ്ങിന് പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് തീരുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ, ഇന്നത്തെ ഒരു ദിവസം തീർന്നുല്ലോ എന്നുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാണാൻ, അല്ലേ? മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഒരാളുടെ ലൈഫിൽ റിയൽ ചേഞ്ച് നമ്മൾ പേരൻസ് ആവുന്നതാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. കേൾക്കുണ്ടോ ഞാൻ പറയണത്? പോയിട്ട് പറയാം. ഞാൻ പറഞ്ഞത് ഒരാളുടെ ലൈഫിൽ റിയൽ ചേഞ്ച് ഒരാൾ പേരൻസ് ആവുന്നതെന്ന് തോന്നുന്നു എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴൊന്നും ഇത്ര വലിയൊരു ചേഞ്ച് ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു മദറായി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളൊരു പേരൻസ് ആയി കഴിഞ്ഞപ്പോൾ ബോസ് വേറൊരാളാണ്. എന്തൊരു ദിവസം കഴിഞ്ഞിട്ടില്ല. ശരിക്കും നീ എനർജറ്റിക് ആവാൻ പോകുന്നേ ഉള്ളൂ. യുവിക്ക് ഡിന്നർ കൊടുത്തിട്ട് എനിക്ക് ജിമ്മിൽ പോകണം. നമ്മൾ ജിമ്മ് സ്കിപ്പ് ചെയ്യില്ല. വീക്ക്ലി 5 ദിവസം
എന്തായാലും നമ്മൾ ജിമ്മിൽ പോയിരിക്കും. യെസ്, ശക്തി തരണേ ദേവി. പുറത്ത് നടന്നിട്ടേ തണുപ്പത്ത് നടന്നിട്ട് നല്ല മടി വന്നിട്ടുണ്ട്. സമയം കണ്ടോ, ഒരു 5 മണി ഒക്കെ ആയിട്ടേ ഉള്ളൂ. ഷിരിട്ടായി തുടങ്ങി. ഇനി ഫെബും കൂടെ ഉണ്ടായിരിക്കും ഈ ഒരു തണുപ്പ്. മാർച്ചായി കഴിഞ്ഞാൽ പിന്നെ മെല്ലെ കുറയും. മാർച്ച് 3rd വീക്ക് ഞാൻ വീണ്ടും നാട്ടിലെത്തൂലോ. ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടോ? നമ്മൾ വെറുതെ ലാഗ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. യുമാൻഷീനിയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇത്തവണ നാട്ടിലോട്ട് വരുന്നത്. കാത്തോളണേന്ന് ഒരൊറ്റ പോക്കായിരിക്കും. വന്നു €6, €30 ആണ് കേട്ടോ അവിടെ ചാർജിങ് പാർക്കിംഗ് വന്നത്. അപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് കൊടുത്തപ്പോൾ €6 ആയി. വിഷ്ണു +R ജസ്റ്റ് പ്രൗഡ്ലി പ്രസന്റിങ് യു നൗ. വിഷ്ണുദീം പുറത്തു വരാത്ത കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പം ഞാനിങ്ങനെ പഠിപ്പിച്ചിങ്ങനെ അപ്പം കൊണ്ട് നടക്കുകയാണ് പയ്യനെ. അതുകൊണ്ടാണ് ഞാനും വിഷ്ണു പറഞ്ഞത് നമ്മൾ മെട്രോ അന്വേഷിച്ച് അവിടെ പോയി തിരിച്ചു വന്ന് കളിയായിരുന്നു. ഇവിടുന്ന് ഏകദേശം ഒരു 1/2 മണിക്കൂർ ഡ്രൈവാണ് വീട്ടിലോട്ടുള്ളത്. ആ സമയം ആനന്ദകരമാക്കാൻ വിഷ്ണുവിന് റാപ്പിഡ് ഫയർ ഷട്ടേന്ന് ആൻസർ ചെയ്യണം. ഓക്കെ, പാട്ട് വയ്ക്കരുത്. ഒരു 5 ക്വസ്റ്റ്യൻ 1 വേർഡ് ആൻസർ. ഓക്കെ. ഫാദർഹുഡിൽ തന്നെ സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്തായിരുന്നു? സർപ്രൈസ് ചെയ്തൊരു കാര്യം. ഇത് റാപ്പിഡ് ഫയർ അല്ല, അത് ഇത് പെട്ടെന്ന് ഒരു ഈസി മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചത്. ഫാദറിൽ സർപ്രൈസ് ചെയ്തെന്താ 1 2 അങ്ങനെ ഓപ്ഷൻ തന്നിട്ട് പറഞ്ഞേ. ഇല്ല ആ ഓപ്ഷയ്ക്ക് തരാൻ പറ്റില്ലല്ലോ. തന്നെ സർപ്രൈസ് ചെയ്ത് എനിക്കറിയോ. എനിക്ക് എന്താ പറയാ, ഭയങ്കര ടെൻഷൻ വരുന്നു. അത് തന്നെ സർപ്രൈസ് ചെയ്തായിരുന്നോ? അത് ഞാൻ എക്സ്പെക്ട് ചെയ്തതായിരുന്നു. ഞാൻ വിചാരിച്ചു അത്ര ടെൻഷൻ ഉണ്ടാവില്ല. ഇവിടെ എല്ലാരും പിള്ളേരെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ എനിക്ക് അങ്ങനത്തെ റൂൾസ് ഫോളോ ചെയ്താൽ മതിയാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് കുറച്ചധികം ടെൻഷൻ വരാറുണ്ട്. ഓക്കെ. ഫാദർഹുഡിൽ തന്നെ ഏറ്റവും ഹാപ്പി ആക്കിയ കാര്യം എന്തായിരുന്നു? അങ്ങനെയൊന്നുമില്ല. അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു വാവ് മൂമെന്റ്സ്, അത് വേറെ എന്തെങ്കിലും കിട്ടാറില്ല. ഓക്കെ. മദർ ആയതിനു ശേഷം ഞാൻ തന്നെ സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്തായിരുന്നു? മദർ ആയാലെങ്കിൽ കുറച്ച് കാര്യങ്ങളിൽ ടെൻഷൻ വരുന്ന ഞാൻ വിചാരിച്ചത്. അതില്ല, അതെന്നെ സർപ്രൈസ് ചെയ്തു. മദർഹുഡില് ഞാൻ തന്നെ ഡിസപ്പോയിന്റ് ചെയ്ത കാര്യം എന്താ? ഒന്നുമില്ല. എന്നാ മദർഹുഡില് അല്ല, പേരന്റ്ഹുഡിന്റെ കീ എന്താണെന്നാണ് വിശ്വസിക്കുന്നത്? പേരന്റ്ഹുഡിന്റെ കീ എന്താന്ന് പറയാൻ മാത്രം വിവരം ഞാനതിൽ മറ്റേ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കൊന്നുമില്ലല്ലോ. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ഒരു ഫോർമുല ഇല്ല, ഓരോരുത്തർക്കും ഓരോന്നാണ്. സോ ഒരാൾക്ക് സക്സസ് ആയി വിചാരിച്ചാൽ അതേ ഫോർമുലയും കൊണ്ട് ഇവിടെ വന്നിട്ട് 100% സക്സസ് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. സോ ജസ്റ്റ് ഫിഗർ ഔട്ട്. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യുവി ജനിച്ചിട്ടുള്ള ജൂലൈ 17 നാളെ യുവിക്ക് 6 months ആവുകയാണ്, ജാനുവരി 17. തൻ്റെ ഉള്ളിലെ ഫാദറിന് വന്ന മാറ്റം എന്താണ്? എന്റെ ഉള്ളിലെ ഫാദറിന് ഞാൻ മാറ്റം എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ജൂലൈ 17 ഫാദർ പുറത്തു വന്നു. അതന്നെ, ജൂലൈ 17 തൊട്ടിട്ട് ജാനുവരി 17 വരെ എനിക്ക് വന്ന മാറ്റം എന്താണെന്നുള്ളതാണ് ശ്രോതാക്കൾക്ക് കേൾക്കേണ്ടത്. ഞാൻ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബെറ്റർ ആൻഡ് ബെറ്റർ എവരിഡേ. അത് യുവി ഒന്നും കൂടെ റിലാക്സ്ഡ് ആയിക്കൊണ്ട് വരുന്നുണ്ടാണ്. അതുമായിരിക്കും അവന്റെ സ്വഭാവം. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലായിക്കൊണ്ടിരിക്കല്ലേ. പണ്ട് അവൻ എപ്പോൾ കരയും അല്ലെങ്കിൽ അവൻ എന്താണ് ബുദ്ധിമുട്ട് എന്ന് നമുക്ക് അറിയില്ല. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ അവന്റെ ഓരോ കരച്ചിൽ എന്തിനാന്ന് മനസ്സിലായി. എല്ലാം മനസ്സിലാവുന്നില്ല, എന്നാലും കുറെയൊക്കെ കുറച്ച് മനസ്സിലാവാൻ പറ്റും. അവന് വാശിയാണോ അല്ല ശരിക്കും ആവശ്യം വന്നിട്ടാണോ കരയുന്നത് എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ പണ്ട് കുറച്ചും കൂടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഓരോ മാസം ബെറ്റർ വരുന്നുണ്ട്. സോ അതോടുകൂടെ റാപ്പിഡ് റൗണ്ട് തീർന്നിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു. നന്ദി. നിനക്ക് മദറായതിന്റെ പേരിൽ നിന്റെ പേഴ്സണൽ ക്യാരക്ടറിൽ എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ടോ? പേഴ്സണൽ ക്യാരക്ടറിൽ പണ്ടത്തെ ആളിൽ നിന്ന് ഇപ്പത്തെ ആളിലേക്ക് എന്തെങ്കിലും വലിയൊരു മാറ്റം സംഭവിച്ച പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ടൈം കിട്ടുന്ന ടൈമിന്റെ മാനേജ്മെന്റും അല്ലെങ്കിൽ അതും കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. അല്ലല്ല, പേഴ്സണലി എന്റെ സ്വഭാവത്തിൽ പുതിയൊരു ട്രെയ്റ്റ് വന്നിട്ടുണ്ട്, പ്രൊട്ടക്റ്റീവ്നെസ്. അത് ഞാൻ ഇന്നേ വരെ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയൊന്നും നമ്മൾ ഇപ്പം അങ്ങനെ ചെയ്തിട്ടില്ല. കുറച്ചൊക്കെ ഞാൻ രോഹിത്തിനായിട്ടായിരുന്നു. അത് പിന്നെ പൊസസീവ്നെസ് കലർന്ന ഒരു പ്രൊട്ടക്റ്റീവ്നെസ് ആയിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്നൊക്കെ ഗ്രോ ചെയ്ത് പൊസസീവ്നെസ് ഒക്കെ മാറ്റിയല്ലോ. അപ്പോൾ പ്രഗ്നന്റ് ആയപ്പോൾ തൊട്ടിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ബ്രെയിൻ കുറച്ചും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ആയതുപോലെ എനിക്ക് തോന്നുമായിരുന്നു. ആയിരിക്കാം. കഴിഞ്ഞ ചോദ്യം ഒന്നും കൂടെ പ്ലീസ്.
അത് നമ്മൾ അവസാനിച്ചിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. ഒന്നിച്ചല്ലോ വി? ആ ഒന്നിച്ചു. നോക്ക്, ഇവന് ക്യാമറ കാണും എപ്പോഴും ഇങ്ങനെ വർത്താനം പറയാൻ നോക്കുന്നത്. ഇങ്ങനെ ഭയങ്കരമായിട്ട്. ഞാൻ അപ്പം മാത്രമേ ഈ ആക്ഷൻ കണ്ടിട്ടുള്ളൂ. എന്റെ കുഞ്ഞുമണി, നമ്മുടെ കുഞ്ഞുമണി ഗുഡായിരുന്നോ? ഉവിക്ക് അമ്മയും അച്ഛനും കൂടെ ഡച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഡച്ച് കാണണോ ഉവിക്ക്? ഇന്ന് രാത്രി നീ അമ്മയും ഉവിയും കൂടെ കെട്ടിപ്പിച്ച് കന്നു. യാ ഹലോ പാടിയ ചേച്ചിമാരുടെ അടുത്തും ചേട്ടന്മാരുടെ അടുത്തും ഹലോ പറഞ്ഞു. കണ്ടോ ഇങ്ങനെ പറഞ്ഞു. കണ്ടോ? ഓക്കെ. ഉവിക്ക് നീ പാപ്പം കൊടുത്തിട്ട് ശിവന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വൃത്തിയാക്കി നമുക്ക് ഉറക്കാൻ വേണ്ടി കിടത്താം. അവൻ്റെ സ്ലീപ്പ് ടൈം ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അവൻ 6:30, 7 ഒക്കെ ആകുമ്പോഴാണ് ഉറങ്ങാറ്. അപ്പോൾ ഉറക്കട്ടെ. ഉടങ്ങാവി. നമ്മൾ റുട്ടീൻ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു സമയമാകുമ്പോൾ എങ്ങനെയെങ്കിലും എത്തണം നമ്മൾ വിചാരിച്ചത്. കാരണം എന്നാലാണ് ഇവനൊന്ന് ഫ്രഷാക്കി ഇവൻ്റെ ഒപ്പം കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഇവനെ ഉറക്കാൻ കിടത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സാധാരണ ഞാനാണ് ഉറക്കാൻ കിടത്താറ്. അപ്പോൾ വിഷ്ണു കിടത്തുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അവൻ ഉറക്കാൻ വേണ്ടി കിടത്തുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. വിഷ്ണുവിന് തോന്നാറുണ്ടോ? രണ്ടുണ്ട്. ഭക്ഷണം കൊടുക്കുന്നതിലും ഉറക്കുന്നതിലും ഉണ്ട്. അപ്പൊ ഞാൻ 2 സ്പൂൺ ഇവന് ഫുഡൊക്കെ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് ഉറങ്ങാം. ഇതാട്ടോ യുവിയുടെ കുറുക്ക്. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇത് ഭയങ്കര നന്നായിട്ടുണ്ട്. ദീപ ചേച്ചിയുടെ മേമയുടെ കുറുക്കാണെന്ന് പറഞ്ഞില്ലേ, ഏട്ടമ്മാസ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. എനിക്കുണ്ട് ഇവർക്ക് വെബ്സൈറ്റും ഉണ്ടെന്ന് ഉറപ്പില്ല കേട്ടോ. അത് വാട്സാപ്പ് ഓർഡർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദീപ ചേച്ചി ഇതിപ്പോ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിപ്പോ ഇവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. അവർക്ക് വേറെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. മില്ലറ്റ് പൗഡറോ പിന്നെ ഹെയർ ഓയിൽ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ കുറുക്ക് ഞാൻ കൊടുത്തതിൽ ഇത് അടിപൊളിയാണ്. ഇതില് എല്ലാ സംഗതികളും ഉണ്ട്. ഏതൊക്കെയാന്ന് അറിയാം? നവര, രാഗി, ചാമ, ബാർലി, സൂചി ഗോതമ്പ്, ഉഴുന്ന്, മണിച്ചാളം, കടല, പയറ്, ചെറുപയറ്, മുതിര, എള്ള്, നിലക്കടല, കശുവണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, ഏലക്ക, ചുക്ക്. ഇത് 500 ഗ്രാമിന്റെ ഒരു പാക്കാട്ടോ വരുന്നത്. ഓൾമോസ്റ്റ് ഇത്രയും കുറച്ച് കാലം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടൊരു 2 ആഴ്ചയുടെ അടുത്താവുണ്ടാവില്ലേ. 2 സ്പൂൺ വെച്ചിട്ടാണ് നമ്മളൊന്ന് കുറുക്കി എടുക്കാറ്. എന്ന് പറഞ്ഞാൽ ഇഷ്ടം കുറച്ച് അധികം വെള്ളം ഒഴിച്ചത് കാരണം കുറച്ച് നേരം ഞാൻ കുറുക്കും. ഇനി കുടിക്കാൻ കൊടുക്കാം. യുവി വിഷ്ണുവിൻ്റെ മിനിയേച്ചർ നിങ്ങൾ കമൻറ്റ് ചെയ്യാറില്ലേ? വളരെ സത്യമാണ് കേട്ടോ. ഇടയ്ക്ക് എനിക്ക് തോന്നും ഞാനിതിൽ പണിയെടുത്തത് വെറുതെ അല്ലോ എന്ന്. എൻ്റെ ഒരു ചായയില്ല ഇവന്. ഉവാശിക്ക് നമ്മള് രാഗിപ്പാപ്പല്ല മറ്റേ നവധാന്യങ്ങളുള്ള പാപ്പം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇനി യുവിനെ ഇന്ന് കുളിപ്പിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഡെയിലി ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് വീഡിയോയില്, ഇവിടുത്തെ വെതർ വെച്ചിട്ട് GGD എന്ന് പറഞ്ഞായിരുന്നു ഡെയിലി അങ്ങനെ കുളിപ്പിക്കണം എന്നില്ല. കുളിപ്പിക്കണ്ടെന്നാ പറഞ്ഞത്. കാരണം അവർക്ക് ബുദ്ധിമുട്ടാവുന്ന. ഇവര് പിന്നെ അങ്ങനെ പുറത്തു പോകും കളിക്കുകയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടപ്പിച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. എന്നിട്ട് യുവി കിടന്നുറങ്ങും. യുവി ഉറങ്ങിയതിന് ശേഷം ഞാൻ ജിമ്മിൽ പോകും. എനിക്കിന്ന് ബ്രേക്ക് എടുക്കണ്ട. ബ്രേക്ക് നമ്മൾ എടുക്കില്ല ഈ മാസം. ഈ വർഷം എടുത്ത തീരുമാനമാണ്. ലെറ്റ്സ് ഗോ ടു ജിം. യുവി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വായയുടെ ചുറ്റുമൊക്കെ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിയില്ലേ. നമുക്ക് പോയിട്ടൊന്ന് ഫ്രഷ് ആവാം. ചടിച്ചിരിക്കണൊക്കെ. ഇന്ന് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാർക്കെങ്കിലും തോന്നിയേക്കെ കേട്ടോ യുവീനെ കൂട്ടാതെ പുറത്തു പോയത് ശരിയായിട്ടില്ല എന്ന്. അല്ലേ വിഷ്ണു? അത് പെർസ്പെക്റ്റീവ്സ് ആണ്. ഇത് തെറ്റ് ശരി അങ്ങനെയല്ല. ഓരോരുത്തരുടെ സാഹചര്യം അവരുടെ കാര്യങ്ങളൊക്കെ ഓരോ പോലെ ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ബെറ്ററായി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡേ എടുത്തത്. അല്ലാതെ യുവീനെ ഒഴിവാക്കി പോയി എന്നുള്ളതല്ല കേട്ടോ നിങ്ങളതിൽ കാണേണ്ടത്. നമുക്കൊരു ഞാനും വിഷ്ണുവും തമ്മിലൊരു ഡേ നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഫീല് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടി നമ്മൾ പോയതായിരുന്നു. അല്ലേ വിഷ്ണു? എന്താണ് വിഷ്ണുവിന് അതിൽ പറയാനുള്ളത്? അതെ, യുവിനെ കൂടുതൽ ഒരു ഹാപ്പി സ്പേസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മള്. ഉവിട്ട് ഹാപ്പിയാണ് അമ്മേനെ കണ്ടിട്ട് അല്ലേ? നമ്മുടെ ഗുഡ് ബോയ് ആണ് ഉവി കേട്ടോ. ക്യാമറ ഇങ്ങോട്ട് തരുമെന്ന് അത് തരില്ല. യുവീനെ ഉറക്കി ഇനി ഞാൻ 1 മണിക്കൂറെങ്കിലും ഒന്ന് ജിമ്മിൽ പോയിട്ട് കാര്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന്. കാരണം രാവിലെ തൊട്ട് പുറത്തൊക്കെ ആയിരുന്നല്ലോ. പക്ഷേ വെള്ളിയാഴ്ചകൾ ഞാൻ പോകുമെന്ന് വിചാരിച്ചൊരു ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പോയിട്ട്
കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടെങ്കിലും തിരിച്ചു വരാം. ഞാനിവിടെ ബേസിക് ഫിറ്റ് എന്ന് പറയുന്ന ഒരു ജിമ്മിലാട്ടോ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓരോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തോന്നണോ അല്ലേ, ഓർമ്മയില്ല, ഓരോന്നും പുതിയ വീഡിയോ ആവുകൊണ്ടേ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിങ്ങനെ ഓരോ 2-3 കിലോമീറ്ററിലൊരു ജിമ്മ് വെച്ചിട്ടുണ്ട്. മുന്നേയൊക്കെ ദീപ ചേച്ചി പാർട്ടിക്കൊക്കെ വന്ന് അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ദീപ ചേച്ചി ജിമ്മിൽ പോകുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഇപ്പം ഞാനൊരു 2 വീക്സ് കണ്ടിന്യൂസ് ആയി വന്നപ്പോൾ ഒരു താല്പര്യം വരുമ്പോഴേ നമുക്കിതൊരു വർക്കൗട്ട് ചെയ്യേണ്ട സ്ഥലമല്ല, നമുക്കിതൊന്ന് ഒരു എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്. ആ ഒരു ഡിഫറൻസ് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് വന്നു തുടങ്ങുമ്പോൾ. നമുക്ക് ഈ ഒരു മെൻ്റൽ ഹെൽത്തിലൊക്കെ നമുക്ക് ജിമ്മ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഭയങ്കരമാണ്. നമ്മൾ വീക്ക്ലി ഒരു 5 ദിവസമൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ട് വരുന്ന ഫിസിക്കൽ ചേഞ്ച് മാത്രമല്ല, നമുക്ക് മെൻ്റലി നല്ലൊരു ചേഞ്ച് വരും കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ മെൻ്റലി കുറച്ചും കൂടെ നല്ലൊരു സ്പേസിലെത്തും. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നത് നമ്മൾ സ്ലോലി പിന്നെ നമ്മൾ ജിമ്മിലത് ചെയ്തു തുടങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റുന്നു. നമുക്കൊരു നെവർ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡും ഒക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ക്യാരക്ടറിൽ തന്നെ ഡെവലപ്പായി വരും. ഇതിലൊക്കെ ഉപരി ഉണ്ടല്ലോ, നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിൽ ചെറിയൊരു ഡിസിപ്ലിനൊക്കെ വന്നു തുടങ്ങും. ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. മുന്നേ നമ്മൾ വർക്കൗട്ട് ചെയ്ത സമയത്ത് ഈ പറയുന്ന പോലെ റുട്ടീൻസ് ഫോളോ ചെയ്യാനും കുറച്ചും കൂടി ഡിസിപ്ലിൻ ലൈഫിൽ കൊണ്ടുവരാനും ഒക്കെ എളുപ്പമായിരുന്നു ലാസ്റ്റ് 1 ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. 1-2 തവണ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചു കേട്ടോ, ചെയ്യുന്ന വർക്കൗട്ട് ഒന്ന് ഡീറ്റെയിൽ ചെയ്യുമെന്ന്. അത്രയ്ക്ക് മാത്രം നോളജ് എനിക്കില്ല. അപ്പോൾ നമുക്ക് നല്ലോണം അറിയണ കാര്യമല്ല നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. പകുതി വിവരം വെച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ എനിക്കറിയാത്തതുകൊണ്ടാട്ടോ അത് ഞാൻ പറഞ്ഞുതരാത്ത. എന്തെങ്കിലും ഞാൻ പഠിച്ച് ഒരു പദവിയിലെത്തുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ തൽക്കാലം വീട്ടിൽ പോകാം. നമുക്ക് എൻ്റെ ഫോണിലെ ചാർജ് ഓൾമോസ്റ്റ് തീരാനായിരിക്കണം കേട്ടോ. അപ്പോൾ ഫോൺ ഓഫായാൽ വണ്ടി ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഹേ വിഷ്, എന്താണൊരു ക്ഷീണമയം? ടയേർഡായി എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ. പിന്നെ എണീറ്റോ? 2 പ്രാവശ്യം എണീറ്റു. അപ്പോൾ തന്നെ ഉറങ്ങി. തട്ടിക്കൊടുത്ത് പറയും. ലഞ്ച് ഡിന്നർ കഴിക്കാം. സാമ്പാറുണ്ട്, നമ്മൾ മീൽ പ്രിപ്പ് ചെയ്ത് വെച്ച സാമ്പാർ. അയ്യോ, നീ ഒരു ബിരിയാണി ഉണ്ടാക്കട്ടെ എന്നാ. പടിയോ? ദോശ വേണ്ട, എന്നാൽ ചപ്പാത്തിയും ചെറുപയറേറി ഉണ്ട്, അപ്പോൾ അതും വേണ്ട. ഞാൻ ഇതൊക്കെ മീൽ പ്രിപ്പ് ചെയ്ത് വെക്കണ്ടേ. നമുക്കിപ്പോൾ എന്താ പറയുക, ഇന്നത്തെ അവസരങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കും. പക്ഷേ ഈ ആഴ്ച നമ്മൾ തീരെ ഇന്ന് നമ്മൾ പേർപ്പസ്ലി പോയി ലഞ്ച് കഴിച്ചു എന്നല്ലാതെ ഫുഡ് ഇല്ലാത്ത കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ 2 വീക്സ് ആയിട്ട് പുറത്തുനിന്ന് കഴിച്ചിട്ടില്ലല്ലോ. അടിപൊളി, ഗുഡ് ഇമ്പ്രൂവ്മെൻറ്റ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ചപ്പാത്തിയും ചെറുപയർ കറിയും പിന്നെ യോഗട്ടും കുറച്ച് കടുമാങ്ങ. വിഷ്ണു ഡിന്നറൊക്കെ കഴിച്ചു. വിഷ്ണുവിന് ചെറിയൊരു പനിഷ് ഫീലുണ്ട്. സമയം 10:45 വിഷ്ണു പോയി കിടന്നിറങ്ങും. ഞാൻ പോയിട്ട് എന്തെങ്കിലും കുറച്ച് നേരം കാണട്ടെ. എനിക്ക് ഭയങ്കര എനർജി. എനിക്ക് ജിമ്മ് പോകാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ ഭയങ്കര എൻ്റെ എനർജിയുടെ ഡിഫറൻസ് ഫീൽ ചെയ്യണത് എനിക്ക് ഉണ്ട് സത്യം. എനിക്ക് അല്ലെങ്കിൽ ഈ ഒരു നേരൊക്കെ നമുക്ക് ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയ പോലെ ആവാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വർക്കൗട്ടൊക്കെ ചെയ്ത് ഫുഡൊക്കെ പ്രോപ്പറായി വെള്ളത്തിൻ്റെ ഒക്കെ അളവ് നോക്കിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി എനർജി എനിക്ക് ഫീൽ ചെയ്യും. അത്ര ക്ഷീണം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് ശരിക്കും എനിക്ക് തോന്നിയൊരു മാറ്റാട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു നോട്ടോട് കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യുന്നു. എല്ലാവർക്കും എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.